വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി. അത്താണി വ്യവസായ എസ്റ്റേറ്റിൽ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ രാത്രി കടത്താൻ ശ്രമിച്ചതായും ആരോപണം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. കുപ്രസിദ്ധ മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഗുരുവായൂരിൽ തമിഴ് യുവാവിന് പോലീസിന്റെയും നാട്ടുകാരുടെയും പീഡനം. തമിഴ്നാട് പോലീസും കേരള പോലീസും നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് കുടുംബത്തിന് വിനയായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകനായ OR ജനീഷ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ാം തീയതി വീണ്ടും പരിഗണിക്കും. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. വ്യവസായ എസ്റ്റേറ്റിൽ സിഡ്കോയുടെ പ്ലോട്ട് അനുവദിച്ച സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നിന്നിരുന്ന തേക്ക്, വേങ്ങ തുടങ്ങിയ മരങ്ങൾ സിഡ്കോയുടെയോ വനം വകുപ്പിന്റെയോ അനുമതിയില്ലാതെ മുറിക്കുകയും സിഡ്കോയുടെ റോഡരികിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ കടത്താൻ ശ്രമിക്കുകയും ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവം വിവാദമായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുറിച്ചിട്ട മരങ്ങളുടെ അളവെടുത്തു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഒരുപാട് തേക്ക്, വേങ്ങ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ വ്യവസായ സിഡ്കോന്റെ ഇതിൽ നിന്ന് ആളുകൾക്ക് നൽകിയ സ്ഥലത്ത് നിന്നിരുന്ന മരങ്ങളും റോഡിൽ നിന്നിരുന്ന മരങ്ങളും ഒക്കെയാണ് ഇവിടെ മുറിച്ചിട്ടുള്ളത്. ഈ മുറിച്ചിട്ട് മുഴുവൻ അനധികൃതമായിട്ടാണ്. ഇവിടുത്തെ മരം മുറിക്കണമെങ്കിൽ സിഡ്കോനെ അറിയിക്കണം, അനുമതി വാങ്ങണം, ഫോറസ്റ്റിൻ്റെ വാല്യുവേഷൻ എടുക്കണം, എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് മുറിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് അനധികൃതമായി മുറിച്ച് ഇവിടെ സിഡ്കോൻ്റെ തന്നെ സ്ഥലത്ത് കൊടുത്തിട്ട് സൂത്രത്തിൽ ഇവിടുന്ന് കടത്താനുള്ള ശ്രമം നാട്ടുകാർ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തിയതാണ്. പൊതുമുതൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ എത്രയോ ഇതിപ്പോൾ ആളുകൾ അറിഞ്ഞതുകൊണ്ട് ഇത് വാർത്തയായി. അതല്ലെങ്കിൽ ഒരുപാട് ഈ സിഡ്കോയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. അവലോകന യോഗം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും റോഡ്, ഗതാഗതം, കുടിവെള്ളം, പോലീസ് എന്നിവയെ സംബന്ധിച്ചും തീർത്ഥകേന്ദ്രം അധികൃതരുമായി ചർച്ച നടത്തി. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, പഞ്ചായത്ത് പ്രസിഡന്റ് MM. റജീന, ഗുരുവായൂർ ACP TS. സിനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വളരെ കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ള നടപടി ബന്ധപ്പെട്ട ഹരിത കർമ്മസേനയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും മാതൃകാപരമായി നടത്തുമെന്ന് പഞ്ചായത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പെരുന്നാളുകളെ, പൂരങ്ങളെ, ഉത്സവങ്ങളെ ഒക്കെ ബന്ധപ്പെടുത്തുന്നൊരു കാര്യം, ഇതുമായി ഒരു ബന്ധവുമില്ലെങ്കിലും സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മറപിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ശൃംഖല വലുതാക്കാനുള്ള തെറ്റായ ചില പ്രവണതകൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. എക്സൈസിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണം അക്കാര്യത്തിലുണ്ടാകും. പക്ഷേ പൊതുജനങ്ങളുടെ കൂടി പിന്തുണയുണ്ടാകണം. ഇരുട്ടില്ലാത്ത, കൂടി നിൽക്കാൻ പറ്റുന്ന ഒരിടവും ഉണ്ടാകാത്ത വിധത്തിൽ വെളിച്ച സംവിധാനങ്ങളോടെ കൃത്യമായ നിരീക്ഷണത്തോടെ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള സന്ധി കാര്യത്തിലുണ്ടാകില്ല. കർശനമായ നടപടിയായിരിക്കും അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണ നടത്തുന്നത് പോലെ
ആവശ്യമായിട്ടുള്ള CCTVയുടെ ക്രമീകരണത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളുണ്ടാകും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും. വിതരണം നിയമസഭാ മുൻ സ്പീക്കർ VM സുധീരൻ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം സന്ദർശിച്ചു. വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ലില്ലിപ്പൂവ് നൽകി സ്വീകരിച്ചു. ട്രസ്റ്റിമാരായ OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഗുരുവായൂരിൽ തമിഴ് യുവാവിന് പോലീസിന്റെയും നാട്ടുകാരുടെയും പീഡനം. ഇതിൽ മനംനൊന്ത് വിറങ്ങലിച്ചിരിക്കുകയാണ് 5 വയസ്സിന് താഴെയുള്ള 3 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന യുവാവിന്റെ കുടുംബം. ഗുരുവായൂർ തിരുവെങ്കിടം കണ്ടൻകുളങ്ങരയിൽ കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന കടലൂർ കാട്ടുമണ്ടാരക്കുടി സ്വദേശി അരവിന്ദനെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു ദിവസത്തേക്ക് കള്ളനാക്കിയത്. കഴിഞ്ഞ മാസം തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരന്റെ 6 പവൻ അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചോടിയ കേസിലെ പ്രതിയെയാണ് തമിഴ്നാട് പോലീസ് അന്വേഷിച്ചിരുന്നത്. ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യവുമായി അരവിന്ദന് സാമ്യമുണ്ടായിരുന്നു. CCTVയിൽ പതിഞ്ഞ യഥാർത്ഥ മോഷ്ടാവിന്റെ ഫോട്ടോയ്ക്കൊപ്പം അരവിന്ദന്റെ ഫോട്ടോയും തമിഴ്നാട് പോലീസ് ഗുരുവായൂർ പോലീസിന് അയച്ചു നൽകി. ഗുരുവായൂർ പോലീസ് വാട്സപ്പിലൂടെ നാട്ടുകാരെ വിവരമറിയിച്ചു. ഫോട്ടോ കണ്ട് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അരവിന്ദനെ പിടികൂടി കെട്ടിയിട്ടു. കുപ്രസിദ്ധ മോഷ്ടാവിനെ പിടികൂടിയെന്ന് പറഞ്ഞ് ഫോട്ടോയെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പിന്നീട് ഗുരുവായൂർ പോലീസിന് കൈമാറി. ഇവർ വിവരമറിയിച്ചതിനനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് 4 പോലീസുകാർ ഗുരുവായൂരിലെത്തി. വിശദമായി ചോദ്യം ചെയ്തതോടെ അരവിന്ദന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ അരവിന്ദനെതിരെ പോക്സോ കേസുണ്ടായിരുന്നു. അയൽവാസിയായ പെൺകുട്ടിയുമായി അരവിന്ദൻ പ്രണയത്തിലായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കില്ലെന്ന് ഉറപ്പായതോടെ 6 വർഷം മുമ്പ് പ്രണയിനിയുമായി അരവിന്ദ് ഗുരുവായൂരിലേക്ക് വണ്ടി കയറി. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതോടെ പോക്സോ കേസിൽ അറസ്റ്റിലായി. ഈ സമയത്ത് പോലീസ് എടുത്ത ഫോട്ടോയാണ് CCTV ദൃശ്യത്തിലെ മോഷ്ടാവുമായി സാമ്യം തോന്നിപ്പിച്ചത്. പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയിനിയെ വിവാഹം കഴിക്കുകയും കേസ് തള്ളിപ്പോവുകയും ചെയ്തു. ഇതിനുശേഷം 7 മാസമായി അരവിന്ദ് ഭാര്യയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കുമൊപ്പം കണ്ടൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ബുധനാഴ്ച രാത്രി പോലീസ് പിടികൂടിയ അരവിന്ദനെ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വിട്ടയക്കുന്നത്. മോഷ്ടാവാണെന്ന് പ്രചാരണം ഉണ്ടായതോടെ വാടക വീട്ടിൽ നിന്ന് ഒഴിയാൻ ഉടമ നിർബന്ധിച്ചു. 3 ദിവസം പണിക്ക് പോകാൻ പറ്റിയില്ല. ബഹളത്തിനിടയിൽ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി. നിരപരാധിയാണെന്ന് കണ്ട് പോലീസുകാർ വെറുതെ വിട്ടെങ്കിലും മോഷ്ടാവാണെന്ന സന്ദേശം വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമൂലം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണെന്ന് അരവിന്ദൻ പറഞ്ഞു. മോഷ്ടാവാണെന്ന് ചിത്രീകരിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ച് ബന്ധസ്ഥനാക്കി തെരുവിലിറക്കിയത് ഈ കുടുംബത്തെ കടുത്ത മനോവിഷമത്തിലാക്കി. കൈ കാലെല്ലാം കട്ടിപ്പൊട്ടാണ്. മുണ്ട് അയച്ചിട്ട് വിട്ടിട്ട് പോയിട്ട് ഒരു 8 മണി ആവറപ്പോ തിരുമ്പി പോലീസ് വന്നു. 3 പോലീസ് ഇന്നലെ നൈറ്റ് കൊണ്ടുപോയിട്ട് ഇപ്പൊ 2 മണിക്ക് தான் விட்டுருக்காங்க. ஆளு தட்டி கொண்டு போயின்னு പറഞ്ഞു. வந்துட்டு நான் 7 மாசம் ஆகுது. 7 மாசமா இங்கதான் இருக்கேன். നാട്ടിലൊന്നും പോയിട്ടില്ല. ഗുരുവായൂരിൽ പണിക്ക് പോകും ഞാൻ. ആത്മഹത്യക്ക് മുതിർന്ന അരവിന്ദനെ ഭാര്യയും മറ്റുള്ളവരും ചേർന്ന് പിന്തിരിപ്പിച്ചു. ഇനിയും മാനസിക വിഷമം നേരിടേണ്ടി വന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ഇവരുടെ തീരുമാനം. തമിഴ്നാട് പോലീസും കേരള പോലീസും നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് ഈ കുടുംബത്തിന് വിനയായത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തു കണ്ടാലും നിജസ്ഥിതി മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുന്നവർക്ക് ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ഒരു പാഠമാണ്. TCV ഗുരുവായൂർ. വാഴാനി ഇറിഗേഷൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ വകയിരുത്തിയ 63.8 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നിർവഹണ ഘട്ടത്തിലാണെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് മണ്ണൊലിച്ചുവെന്ന് മൺതിട്ടകൾ ഇടിയുകയും കല്ലും മണ്ണും അടിഞ്ഞ് കനാലിലെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയും കനാൽ ഭിത്തികൾ തകരുകയും ചെയ്തിരുന്നു. കാക്കിനിക്കാട് കനാലിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി 10 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിച്ചതായും വാഴാനി ഡാമിൽ 9.2 ലക്ഷം രൂപയുടെ സിവിൽ പ്രവൃത്തികൾക്കും 11.6 ലക്ഷം രൂപയുടെ മെക്കാനിക്കൽ പ്രവൃത്തികൾക്കും സാമ്പത്തിക അനുമതി ലഭിച്ചതായും MLA അറിയിച്ചു. തൃക്കൂരിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും കാർ തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ കോട്ടായി സ്വദേശി കോലൂത്തുപറമ്പിൽ വീട്ടിൽ സുബിനെയാണ്
പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ കോട്ടായിൽ വെച്ചായിരുന്നു സംഭവം. തൃക്കൂർ മതിക്കുന്ന സ്വദേശി താണിക്കുളം വീട്ടിൽ മോഹനനാണ് പരിക്കേറ്റത്. മോഹനനും സുബിനും ചേർന്ന് കാർ വാടകയ്ക്കെടുത്ത് ടൂർ പോയിരുന്നു. മടങ്ങിയെത്തി കാറിലിരുന്ന ഇരുവരും മദ്യപിക്കുന്നതിനിടെ കാർ തിരിച്ചു കൊടുക്കണ്ടേയെന്ന് ചോദിച്ച വൈരാഗ്യത്തിൽ മോഹനനെ സുബിൻ കരിങ്കല്ലുകൊണ്ട് മുഖത്തിടിക്കുകയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. കാർ തല്ലിത്തകർത്ത ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പുതുക്കാട് SHO മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാണ്ടിക്കാട് കാക്കുളം സ്വദേശി പൊറ്റയിൽ വീട്ടിൽ ഫിറോസിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പല തവണകളായി 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. ഇൻസ്പെക്ടർ PK ദാസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബൈജു, ബിനു പൌലോസ്, ആഷ്ലിൻ ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ വേണ്ടി ചെറിയൊരു ശതമാനം മാത്രം വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരുടെ പിന്നാലെ പോകുന്ന നിലപാടാണ് കേരളത്തിൽ LDFും UDFും സ്വീകരിക്കുന്നതെന്നും വിദ്യാഭ്യാസവും വിവേകവുമുള്ള കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BDJS തൃശൂർ ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ലാല, വൈസ് പ്രസിഡന്റ് സന്ദീപ്, സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീലാൽ, നിധിൻ, മാധവ്, സജീവ് കല്ലട തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാനും അദ്ദേഹവുമായുള്ള മീറ്റിംഗിൽ വന്ന് നിയമനങ്ങളൊക്കെ ചെയ്യുകയും വടക്കാഞ്ചേരി പത്താങ്കലിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസിന്റെ വശത്തും ബസിന് പുറകിൽ വന്നിരുന്ന മറ്റൊരു കാറിലുമിടിച്ചാണ് അപകടമുണ്ടായത്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ 13-ാം തീയതി ആഘോഷിക്കുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:15 എമിരറ്റസ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റം നിർവഹിക്കും. 11 ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും നടക്കും. ഊട്ടുതിരുനാൾ ദിനമായ 13-ാം തീയതി രാവിലെ 10 മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ എംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകും. റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമ്മൽ, ബീനൻ താണിപ്പിള്ളി, ആന്റണി കല്ലറയ്ക്കൽ, അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്സവവേദികളിൽ കലാപരിപാടികളിൽ ശ്രദ്ധ നേടി സഹോദരിമാർ. മായന്നൂർ പാറയ്ക്കൽ പച്ചരിക്കോട്ടയിൽ ജയേഷിന്റെയും ആശാമോളുടെയും മക്കളായ ദേവികയും ദീപികയുമാണ് ശ്രദ്ധ നേടുന്നത്. നിരവധി പ്രശസ്ത വ്യക്തികൾക്കൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവർ. മായന്നൂർക്കാവ് താലപ്പൊലിക്ക് സംഗീത സംവിധായകൻ ജയചന്ദ്രനൊപ്പം നടത്തിയ സംഗീതാർച്ചനയും ശ്രദ്ധ നേടിയിരുന്നു. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഒരു തണുത്ത വെള്ളം കുടിക്കാൻ. തിരുവല്ലമല ശ്രീ പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് പടിഞ്ഞാട്ടുമുറി ദേശം താലപ്പൊലി പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. ക്ഷേത്രം തന്ത്രി മരുതേരിമന ശശി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പടിഞ്ഞാട്ടുമുറി ദേശകമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു.
മാള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ആളൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിജി പ്രദീപ് നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമൈല സഗീർ, മിനി പോളി, KV രാജു, UK പ്രഭാകരൻ, PK കിട്ടൻ, MC സന്ദീപ് എന്നിവർ സംസാരിച്ചു. അവരുടെ സർഗപരമായ കഴിവ് ഈ കലാസ്ഥാപനത്തിന്, കലാ സാംസ്കാരിക കേന്ദ്രത്തിന് ഹൃദയത്തിന്റെ മറ്റുള്ളവർക്കും കൂടി ഒരു ടീമായിട്ട് അതിന്റെ പിന്നാലെ നിൽക്കാൻ പറ്റുന്നത്. നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കൂടുതൽ കുടുംബശ്രീ കലാമേള അരങ്ങ് എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ET ടൈസൺ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ഇടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനമാണ്. പണ്ട് ആദ്യകാലത്ത് കുടുംബശ്രീയുടെ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രീകളുടെ പലതരത്തിലുള്ള പുരോഗതി സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉള്ളവരായിരുന്നു മിക്കവാറും. ലഹരിക്കെതിരെ നെന്മണിക്കര റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന 6ാമത് 5 ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ആമ്പല്ലൂരിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ വിശിഷ്ടാതിഥിയായി. റോയൽ ക്ലബ്ബ് രക്ഷാധികാരി ജോസ് പാറയ്ക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റോയൽ ക്ലബ്ബ് പ്രസിഡന്റ് ദിനേശ് ഇഞ്ചോടി, റോയൽ ക്ലബ്ബ് സെക്രട്ടറി സുനേഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഭദ്ര മനു, ബിന്ദു ശശീന്ദ്രൻ, ക്ലബ്ബ് ഭാരവാഹികളായ നിതിൻ മോഹൻ, ശശി അക്കളയിടത്ത്, ലിനിൽ വിളയത്ത് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കടുകുറ്റി പഞ്ചായത്തിൽ വിവിധ കാരുണ്യ കലാകായിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഫാമിലി റിക്രിയേഷൻ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം 4ാം തീയതി നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ബെന്നി ബെഹനാൻ MP ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് പയസ് പാറയിൽ, സെക്രട്ടറി ഷിബു വട്ടോലി, കൺവീനർ ബെന്നി തേലക്കാട്ട്, റോഹിൻ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന ബ്രഹ്മോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു. മഹാഗണപതി ഹോമത്തിന് ശേഷം വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആചാര്യവരണത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഞായറാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം രാത്രി കൊടിയേറ്റം നടക്കും. കലാപരിപാടികൾക്കും തുടക്കമാകും. 7ാം തീയതി ഉത്സവവേദിയും 8ാം തീയതി പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച ഗ്രാമപ്രദക്ഷിണത്തിനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും. തുടർന്ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കും. ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട്, വിനോദ് കുമാർ അകമ്പടി, E രാജു, ഹരി കുടത്തിങ്കൽ, ശിവൻ കണിച്ചാടത്ത്, മാനേജർ P രാഘവൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുത്രത്തിക്കര സ്വദേശി ഗംഗാ ഗോപിക്ക് പൗരസ്വീകരണം നൽകി. മന്ത്രി R ബിന്ദു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ജനപ്രതിനിധികളായ NM പുഷ്പാകരൻ, ഷീന പ്രദീപ്, റീന ഫ്രാൻസിസ്, സിസ്റ്റർ ബ്ലസ്സി, ഫാദർ മിൽട്ടൺ തട്ടിൽ കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഈ വിജയം. ഈ ഗ്രാമപഞ്ചായത്ത് ഇനി സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ.
വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ രാത്രി കടത്താൻ ശ്രമിച്ചതായും ആരോപണം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. കുപ്രസിദ്ധ മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗുരുവായൂരിൽ തമിഴ് യുവാവിന് പോലീസിന്റെയും നാട്ടുകാരുടെയും പീഡനം. തമിഴ്നാട് പോലീസും കേരള പോലീസും നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് കുടുംബത്തിന് വിനയായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.